ന്യൂസിനാണ്. ഓക്കെ. ഇതുപോലെ നിങ്ങള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. പബ്ലിക് ആൾക്കാർ നിൽക്കുന്നത് മാറി സംസാരിക്കാം. ഈ ഇരിക്കുന്ന നിക്കറില്ലേ, 2 വട്ടം മൂത്രം വെച്ചതുപോലെ നിക്കറി കൂടെയാണ്. അതുപോലും പറ്റാതിരിക്കുന്ന ഞാൻ എങ്ങനെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചോ? പിന്നെ ഞാൻ മാനനഷ്ടത്തിൽ നിങ്ങൾക്ക് കേസ് കുടിക്കേണ്ടി വരില്ലേ? ചന്ദ്രബോസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? പീഡനം എന്നാണോ? ഓ, കാട്ടുപള്ളി പപ്പൻ. നൈസ് മീറ്റ് യു കാട്ടുപള്ളി. ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, താങ്ക് യു. ഹലോ, ആരാണ് ഈ പഠിച്ചു വിടുന്നത് അറിഞ്ഞൂടെ? ഇല്ലാത്ത കഥകൾ എന്നെ പറ്റി. നല്ലതാണോ കേട്ടത്? ആ, ഡോക്ടറാണോ? ബാബു നമ്പൂതിരി. അതെ അതെ. ബ്രോയെ കുറിച്ച് ഒരു ചെറിയൊരു പരാതി കിട്ടും. ഒന്ന് വരുമോ? പരാതി എന്നെ പറ്റി എന്ത് പരാതി? ഹലോ, ഇതേ ഞാൻ അയ്യോ തെറിച്ചു പോയേട്ടാ. ഇവിടെ ഉണ്ട്. ഞാനേ നിങ്ങൾ ഉദ്ദേശിച്ച ബാബു ആയിരിക്കില്ല. ഞാൻ ബാബു, ടിവിയിലെ ബാബു എന്ന് പറയുന്ന നമ്പൂതിരി ആണല്ലോ. അതെ, നമ്പൂതിരി. സംഗതി എന്താ ചെയ്യാനേ, ഒരു 2 പേര് നമ്മളെ ന്യൂസിനാണ്. ഓക്കെ. നമുക്ക് എക്സ് ന്യൂസ്, നമ്മുടെ അതാദ്യമായിട്ടാ കേൾക്കുന്നത്. ചിന്തിച്ചില്ല. ചുവന്ന കളർ കണ്ടോണ്ട് ചിന്തിക്കല്ലേ? അല്ല, കുൽസിതമല്ല. എക്സ് വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ലോൺ മാസ്ക് ഇറക്കില്ലേ, എക്സ്, അതാ ചിന്തിച്ചേ. പിന്നെ ഇത് ഇന്ന് നമ്മള് അവിടെ ഡ്രസ് ഷോപ്പിൽ നിന്നപ്പോഴത്തേക്കും 2 പേര് വന്ന് കണ്ടായിരുന്നു നമ്മളെ. അപ്പോ എന്നിട്ട് ബ്രോയുടെ 1-2 ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഇതുപോലെ നിങ്ങള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഹലോ ഞാൻ ടിവിയിലെ ബാബു. നിങ്ങൾക്ക് ആലം മാറിയത് എനിക്ക് മനസ്സിലായി. പബ്ലിക് ആൾക്കാർ നിൽക്കുന്നത് മാറി സംസാരിക്കാം. സാറേ, നിങ്ങള് അവിടെ അതാ ഞാൻ കുറച്ച് മാറി നിക്കാന്ന് പറഞ്ഞേ. അല്ല, നമുക്ക് നിങ്ങൾ കുറച്ചുകൂടെ മാറിക്കാം. കുട്ടാപ്പിയുടെ അടുത്താണ് ഇങ്ങനെ പരാതി പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് അവരോട് നമുക്ക് ചോദിക്കാം. ഒരാളെ നാറ്റിക്കുന്ന പോലെ ആയിപ്പോലെ. പിന്നെ 3 ഫോട്ടോസാണ് അയച്ചു തന്നത്. ഒന്ന് അയച്ചോ. അയ്യോ, ഫോൺ ചാർജ് ഇല്ലേട്ടോ. പവർ ബാങ്ക് ഉണ്ടോ? അത്തരത്തിൽ ഇന്നലെ ഒരു പവർ ബാങ്ക് ഇതെന്ത് ചെയ്യണം? യൂസ് കൊടുത്താൽ മതിയോ? ഫോൺ കയ്യിൽ വെച്ചിട്ട് യൂസ് കൊടുക്കും. ഫോൺ വന്നോ? നമ്പർ ഒന്ന് തന്നേര്. ഞാൻ അടുത്തുണ്ടായിരുന്ന ലോലനല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പരാതി കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മള് ഇങ്ങനെ അത് ചോദിച്ചോ നീ? പരാതി പറഞ്ഞത് എനിക്ക് പേര് മറന്നു. പക്ഷേ പുള്ളിയുടെ മുഖം, 2 പേരുടെ മുഖം ഉണ്ടല്ലോ, വെള്ള മുഖമാണ്. വെള്ള ഒരു പച്ച കളറ്. സാധാരണ ഒരിക്കലും ഒരു മനുഷ്യന് ഇടാത്ത ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഒരു പച്ച കളറ്, ഒരു വരയൊക്കെ ഉള്ള ഒരു പച്ച കളർ, ഒരു വരയൊക്കെ ഉള്ളത്. ബാഗില് ഗണ്ണാപ്പീൻ അടിച്ചിട്ട് ഫ്രണ്ടിൽ സാമാനം ഇല്ലെന്നൊരു ഇന്റു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെയാണോ? അത് കണ്ടില്ല. ഫ്രണ്ടില് പാന്റിന്റെ താഴെ ഇന്റു മാർക്ക് ഉണ്ട്. ഫ്രണ്ടില് പാന്റിന്റെ താഴെ സാധനം ഇല്ലെന്നുള്ളൊരു ഇന്റു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇന്റു മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. ശരി. പയ്യന്മാരൻ അനിയന്മാരാണ്. എന്തായിരുന്നു എന്നെ പറ്റി പറഞ്ഞത്? അത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നോ അങ്ങനെയാ പറഞ്ഞത്. പെൺകുട്ടിയെ ഞാൻ പീഡിപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങൾ കടന്നു കളഞ്ഞു. ഞാൻ ലാസ്റ്റ് 3 തവണ വന്നിട്ടും ഈ ഇരിക്കുന്ന നിക്കറില്ലേ, ഇതിന്റെ വള്ളി ഞാൻ ആദ്യം കുടുങ്ങിയപ്പോ കിട്ടിയപ്പോ കുടുങ്ങിയായിരുന്നു. ഇത് അഴിക്കാൻ പറ്റിയിട്ടില്ല. 2 വട്ടം മൂത്രം വെച്ചതുപോലെ നിക്കറി കൂടെയാണ്. അതാണ് മഴ. അതെ.
അപ്പോ നിങ്ങൾ തന്നെ പറയണം ഈ വള്ളി ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി മറ്റേ വെൽഡിംഗ് മെഷീനിന്റെ കട്ടിംഗ് മെഷീനും വെച്ച് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ഈ നിക്കർ മാറ്റാൻ. അതുപോലും പറ്റാതിരിക്കുന്ന ഞാൻ എങ്ങനെ ഒരു കുട്ടിയെ പേടിപ്പിച്ചോ? അതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഞാൻ കൈപോക്കാം. എന്റെ വള്ളി നിക്കർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്രൂഫ് ഒരു 3 ഫോട്ടോസ് ഉണ്ട്. ഇമേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ നമ്പറിലോട്ടേക്ക് ഓൺ ആയിരുന്നോ? എന്റെ നമ്പർ അയച്ചിട്ടുണ്ട്. ജോൺ സീന അല്ലേ? ഓക്കെ, അതാണ് ഇടയ്ക്ക് നീ കാണാൻ പറ്റത്തല്ലേ. എന്റെ നമ്പർ കിട്ടി. കുട്ടാപ്പി കുട്ടു എന്ന എന്റെ പേര്. നമ്പർ കിട്ടിയായിരുന്നോ? എന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. ഞാൻ നമ്പറിലോട്ട് ഷെയർ ചെയ്തു. അല്ല ഇത് പോട്ടെ, ഇതേ മുഖമുള്ള ഒരുത്തനാണോ അപ്പൊ കണ്ണാപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നത്? അതെ അതെ, സെയിം മുഖമാണേ. അപ്പൊ രണ്ടും തന്തയില്ലാത്തത്, ഒന്ന് എറ്റാർക്ക് ഒന്ന് കണ്ണാപ്പി. അല്ല അപ്പൊ എങ്ങനെ പേര് മാറ്റിയ കേട്ടോ പറഞ്ഞ വിഷയം. ആണോ? പേരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? തന്തയില്ലാത്തവൻ 1, തന്തയില്ലാത്തവൻ 2 എന്നായിരിക്കും അല്ലേ? സെൻഡ് ചെയ്യാൻ പറ്റുന്നല്ലോ. നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്തിട്ട് അത് വരുന്നില്ല. ഒറ്റ സെക്കൻഡ്. ക്യാമറ മാറ്റണല്ലോ. ഇത് ക്യാമറ എവിടെ വെക്കോടാ? നിങ്ങൾ തന്നെ പറ. ശരിടാ, ഇത് ഇങ്ങനെ വെക്കും ഞാൻ. ക്യാമറ എവിടെ വെച്ചാൽ മതിയോ ഗൈസ്? ഇത് എവിടെ വെക്കും ക്യാമറ? എവിടെ വെച്ചാലും പ്രശ്നം. മാപ്പ് കാണണ്ട. ശരിടാ, അങ്ങനെ ചെയ്യോ ബാബു നമ്പൂതിരി? രണ്ടുപേരെ കുറിച്ചാ പറഞ്ഞത്. ഒന്ന് മിസ്റ്റർ ഒരാളെ പറിച്ച ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. നിങ്ങളുടെ പേരെന്തായിരുന്നു? കുട്ടാപ്പി കുട്ടു. ഒരു മിനിറ്റ്. കുട്ടാപ്പി കുട്ടുവിന്റെ നമ്പർ എനിക്ക് ഇട്ടാണല്ലോ കൂട്ടു. അതെ അതെ, നീ കൊടുക്ക്. നമ്പർ കൊടുത്തായിരുന്നു. കിട്ടിയായിരുന്നോ? കുട്ടാപ്പി കുട്ടുവിന്റെ നമ്പർ കിട്ടി. ഞാൻ ഇവിടെ കായേക്കാം. അപ്പൊ അടിയിലോട്ട് എനിക്ക് പോട്ടേക്കോ? അല്ല, രണ്ടാമത് ആരെ പറ്റിയാണ് അപ്പൊ പറഞ്ഞത്? വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടുന്ന് മാറി സംസാരിക്കല്ലേ? ഒരാള് ചുളുവിൽ അപ്പുറത്ത് കസേര ഇട്ടിട്ട്. ഒരു മിനിറ്റ് എനിക്ക് ഒരാളില്ല. ഹലോ என்ன யாரு? நீங்க எங்க இருக்கே? ஹலோ, செத்து போற கிளான் பேர் வச்சிருக்கடா. செத்து போதா ஏதோ சத்தியம் போறா ஏதோ ஒன்னு சொன்னான்டா அவன். ஆடா മനസ്സിലായിട്ടാ. ഓക്കെ, കുട്ടാപ്പി കുട്ടച്ചന്റെ. എടാ, നിങ്ങൾ ആർപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്നെ കൊണ്ട് ക്യാമറ മാറ്റിട്ട് മാറ്റിയാ ആൾക്കാരെ നിനക്ക് കണ്ടാ തിരിച്ചറിയുന്നല്ലേ പറഞ്ഞേ? പേര് ചന്ദ്രബോസിനെ കുറിച്ചാണ്, രണ്ടുപേരെ കുറിച്ചാണ് കംപ്ലൈന്റ് പറഞ്ഞത്. ചന്ദ്രബോസിനെ കുറിച്ച് ഒരു മിനിറ്റ്. ഓക്കെ, ഒരു വെങ്കട്ടിന്റെ അടുത്ത് നിൽക്കുന്നു അല്ലേ? ഇതിലെവിടെയായിരുന്നു പീഡനം? അതാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ ന്യൂസ് കൊടുത്തു എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് ബാബു ഒന്ന് നമ്മോട് സത്യമല്ലാത്തൊരു കാര്യം കൊടുത്തു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിങ്ങള് ഞാനൊരു വക്കീൽ കൂടിയാണ്. എനിക്കൊരു വക്കീലിന് പൈസ പോലും കൊടുക്കേണ്ട കേസ് ബാധിക്കാൻ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ചന്ദ്രബോസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? പീഡനം എന്നാണോ? അത് ചിലപ്പോ ചർച്ചയായിരിക്കും ഞാൻ കേട്ടോ. അത് നിങ്ങളൊന്ന് നേരത്തെ ബാബു പറഞ്ഞില്ലേ, 2 സാമാഞ്ചി ഇല്ലാത്ത തന്തയില്ലാത്ത പറഞ്ഞിരുന്നില്ലേ? അവരുടെ പേരെന്തായിരുന്നു? ഒരുത്തന്റെ പേര്, ഒരു സാമാന്യം ഇല്ലാത്ത ഫസ്റ്റ് പഞ്ചകണ്ഠ കണ്ണാപ്പി, ജഡ്മൻ കണ്ണാപ്പി. രണ്ടാമത്തേത് അതേപോലെ പട്ടിയുടെ സൗണ്ട് ഉള്ള ഒരുത്തുണ്ട്, അത് എജാർക്ക്. ഷാരൂഖ് ഖാനാണ് വിളിക്കുന്നത്. ആ മുഖത്ത് നോക്കിയാൽ ഷാരൂഖ് ഖാന്റെ ചന്തി പോലും ഇതിലും വൃത്തിയുള്ള സാധനമായിരിക്കും.
അല്ല പക്ഷേ ഈ ചന്ദ്രബോസിന്റെ കേസ് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ആൾക്ക് ഇതിനു മുന്നേ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിഹിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആള് ആക്റ്റീവാണ്. പുള്ളിക്ക് ഒരു ഭാര്യയും ഒരു കുട്ടിയെ കൊണ്ടെന്നാണ് പുറത്ത്. അതെ അതെ, ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് ഉണ്ട്. ഈ പുള്ളിയുടെ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയല്ല ഇത്. ഈ പുള്ളിക്ക് അതെ 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 ഇത് ഈ പുള്ളിക്ക് ഉണ്ടായ വേറൊരു ഭാര്യയിലുണ്ടായ വേറൊരു കൊച്ചാണ് ഈ പറയുന്ന സൂര്യബോസ്. മനസ്സിലായില്ലേ? ഏ വിഹിതം മാത്രമല്ല സൂര്യബോസിന്റെ അച്ഛൻ ചന്ദ്രനും അല്ല. അതെ അതെ അതെ, അത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ്. അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ ബാബു, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ഫോട്ടോ തന്നല്ലോ, ഇതിപ്പോ നിങ്ങള് ആ പെൺകുട്ടിയെ വളച്ചിട്ട് അയ്യോ വളച്ചതല്ല, ഈ കുട്ടി എന്റെ ഭയങ്കര അല്ലല്ല, ഈ കുട്ടി എന്റെ ഭയങ്കര ബാനാണ്. ഈ കുട്ടിയുടെ പേര് വൺ മെസ്സേജ് എന്തോ ആണ്. ഈ ലാസ്റ്റ് ടൈം ഈ കണ്ണമ്മോൻ തന്നെയാണ് ഈ കുട്ടിയും എന്നെയും കൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിൽ എന്റെ ബർത്ത്ഡേക്കാണ് ഞാൻ ലാസ്റ്റ് വന്നത്. അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് കുട്ടിയുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് കണ്ണമ്മോൻ ബാബു ചെയ്തോ എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ അപ്പൊ കണ്ണമ്മോൻ നിന്റെ പ്ലാൻ എനിക്കറിയാം, നീ അങ്ങനെ മൂണ്ടണ്ട എന്ന് പറഞ്ഞ് ഞാൻ പ്ലാന്റിൽ നിന്ന് ഇറങ്ങി വന്നു. അല്ല, അവനെ പുറത്താക്കി വാതിലടച്ചില്ലല്ലോ. അതിനൊരു സമയം കിട്ടിയില്ല. ചോദിച്ചതാ. ആ കുട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അത് പക്ഷേ കണ്ണമ്മോൻ ഉള്ളപ്പോ എനിക്കൊരു ശരിയാണ്. ഞാൻ നീറ്റായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ എന്തായാലും നീറ്റായിരുന്നു. ഈ പക്ഷെ ചന്ദ്രബോസിന്റെ കേസ് വേണമെങ്കിൽ ഞാനും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തരാം. അതായത് ഈ ചന്ദ്രബോസിന്റെ പീഡനം ഏകദേശം ഒരു 60-70 വയസ്സിന് മേലെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സത്യമായിരിക്കും. അവൻ ഈ പ്രായമായവരെ പീഡിപ്പിക്കുന്നത് ഭയങ്കര ഒരു രസമുള്ള കൂട്ടത്തിലാണ്. ഉണ്ട്. ചന്ദ്രബോസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്ക് കേട്ടിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് 1-2 പയ്യന്മാരുടെ കൂടെ പുള്ളി കിടക്കുന്ന കണ്ടിട്ടുണ്ട് അവൻ, അല്ലാതെ ഗേൾസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ചന്ദ്രബോസിനെ നേരിട്ട് പരിചയമുണ്ടോ? എന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഇപ്പൊ പറയട്ടെ, ബ്രോ കാണിച്ചിട്ടുള്ള എല്ലാ തെണ്ടിത്തരവും ഈ ബ്രോക്ക് അറിയായിരിക്കില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല. അല്ല ബ്രോ മാറ്റി നിർത്തി സംസാരിച്ച് ഉറപ്പായിട്ട് അറിയായിരിക്കും. ഇല്ല, ധൈര്യമായിട്ട് സംസാരിക്കും. ആണോ? ഒന്ന് ബ്രോ. ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. ബാബു അങ്ങനെ തിരിക്കല്ലേ. ഓ അങ്ങനെ നിങ്ങൾ അടിവെക്കണ്ട വിട്ടു. ബാബു എന്തൊക്കെ പറഞ്ഞാലും ബാബുവിന്റെ കാര്യങ്ങള് ഞങ്ങള് അങ്ങനെ വിശ്വസിക്കുകയാണ്. ഈ ഫോട്ടോ വെച്ചിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മ കൂടെ ഫോട്ടോ എങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അതുപോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ഓപ്പണായി പറഞ്ഞില്ലേ? അതെ, ഉമ്മ കൊടുത്തിട്ട് പോലും ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പാന്റ് ഊറിയിട്ട് ഇപ്പൊ ഏകദേശം ഇന്നും കൊടുത്തിട്ട് 3-4 ദിവസമായി. എങ്ങനെങ്കിലും ഇനി ഈ പാന്റിന്റെ വള്ളി എവിടെയെങ്കിലും കൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പാന്റിന്റെ പുറത്ത് ഊരിയിട്ടുണ്ട് മോട്ടർ വയ്ക്കാൻ. അങ്ങനെ കുറച്ച് മാറിയ പ്രശ്നമില്ല, ഒരുപാട് താഴോട്ട് പോണം. മനസ്സിലായില്ലേ? അതെ 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 അതെ, ഒരുപാട് ഏകദേശം മുട്ടിന്റെ ദൂരെ വരണം തുഞ്ചം മുറിയാൻ. മുട്ടോളം. എടാ ഇവിടെ ഏതോ നായിന്റെ മക്കൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടർ ചാനലല്ലേ? ഞാൻ ഏതോ പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നേ. ഞാൻ പക്ഷേ സത്യം ഞാൻ ചെയ്തിട്ടില്ലടാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പാന്റിന്റെ വള്ളി കുടുങ്ങിയിട്ട് ഞാൻ നിക്കർ കൂടിയിട്ട് 4 ദിവസമായി ഇപ്പൊ. പിന്നെ ഇപ്പൊ ഇത് കൊടുത്തത് 2 നായിന്റെ മക്കളാണ് എനിക്കറിയാം. ഒരുത്തന്റെ പേര് എസ് തുടങ്ങും, കെയിൽ അവസാനിക്കും, നടുക്ക് 6 ഉണ്ട്, കാഴുവേരി. ഹായ് ബ്രോ. നൈസ് ടു മീറ്റ് ബ്രോ. ഇതായിരുന്നു. ഹലോ, ഓ അമ്പട ടീമാ. നിന്റെ സൗണ്ട് ഒക്കെ പറഞ്ഞ വലിയ തിരക്കണ കേട്ടോ. ആ, എന്താ പരിപാടി സിറ്റിയില്? പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ ചുമ്മാ നിൽക്കണ്. എന്നെ വിളിച്ച കോൾ വിളിച്ചെന്നെ സിറ്റി പറഞ്ഞതിന് മുമ്പേ പെണ്ണ് കേസായല്ലേ? എന്ത് പറയാനാടാ, ഓരോ പെണ്ണുങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര കരുതിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മൊലാളിക്ക് ഒരു പെൺകുട്ടി കിട്ടാതെ, മൊലാളിയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങൾ കാണാതെ എനിക്കൊരു പെണ്ണ് പറ്റില്ല.
നൈസായിട്ട് അഡോപ്റ്റ് ചെയ്ത് കൊടുത്താ പോരെ? എന്തിനു വെറുതെ മുലയിൽ സ്വന്തം കുഞ്ഞിനെ എനിക്ക് കാണണം. ആ എടാ ഇതാ കണ്ണാപ്പിയൊക്കെ എന്തിയടാ? പോലീസ് സ്റ്റേഷനിലുണ്ടോ? പോയി കണ്ണാപ്പി. അതാണ് ജസ്റ്റ് കരുണാകരൻ. കരുണാകരമേനോ കണ്ണാപ്പിയാടാ? ഇറങ്ങിയോ വരണോ? ആ ഓക്കെ 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 മനസ്സിലായി ഡീമാൻ പറഞ്ഞ. പോലീസൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടോ പിടിച്ചോണ്ട് പോവാമാര്. എന്തിനാടാ ഈ പെണ്ണ് കേസിനൊക്കെ? എടാ പെണ്ണ് കേസിടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു കൊച്ചിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോയി ആ കൊച്ചിനെ നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നീ പീഡിപ്പിച്ചാ? എവിടുന്ന്? ഞാൻ മുള്ളാനല്ല ഈ താരം വിളി എടുക്കുവോ? നീ ഇടയ്ക്ക് ബാൻഡി പെടുത്തപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നിന്റെ സാധനത്തിനെ പറ്റി. ഇന്നല്ലാതെ എന്നിട്ട് എന്താ പോലീസൊക്കെ പിടിച്ചാ? എടാ പോലീസ് പിടിച്ചൊന്നുമില്ല, ഇത് റിപ്പോർട്ടർ ചാനലിൽ കണ്ണാപ്പി കേസ് കൊടുത്തേടാ. അപ്പൊ പരിവല്ലേ? അതില്ല, അത് കള്ളത്തരമാണെന്ന് ഞാൻ തെളിയിച്ചു. പക്ഷെ ചന്ദ്രന്റെ കേസും ഇവന്മാര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കള്ളത്തരമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു 70 വയസ്സുള്ള അമ്മമ്മയെ ചന്ദ്രബോസ് പീഡിപ്പിച്ചൊരു കേസ് കൂടെ ഉണ്ട് അവിടെ. ദൈവമേ നമസ്കാരം, അനുഗ്രഹം തരുമോ? ആ തരല്ലോ. ഞാനാണ് ദൈവം. അതെ അമ്പഴാ നീയായിരുന്നോ? അതെ മനസ്സിലായോ? മനസ്സിലായി. നാട്ടിൽ നടക്കാൻ വയ്യ, ബാബുവോട് വിളിക്കണോ? ഞാൻ ബാബു എല്ലാം. അപ്പൊ ഈ കളി നടത്തി മര്യാദക്ക് പൊക്കൂടെ നിനക്ക്? എന്തിനു വെറുതെ എനിക്കും കൂടെ പേര് ദോഷം കേൾപ്പിക്കാൻ വേണ്ടിട്ട്? എന്റെ കർണാകരക്കാരനാണെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ ഈ പരിപാടി? നീ പണ്ട് വന്ന് നമ്മുടെ മെന്നിനെ മുഞ്ചിച്ചിട്ട് പോയി. ഇല്ല ആ നീ പുതിയതാണെങ്കിൽ എന്താണ് വിശേഷം? സുഖാണോ? സുഖം. ഒരു സുഖത്തിന്റെ കേസ് ഇപ്പൊ പറഞ്ഞ് സോൾവ് ആക്കിയതേ ഉള്ളൂ. കാണാൻ പറ്റിയ സന്തോഷം. ഓ താങ്ക് യു. എന്റെ പേര് മള്ളയ്യ. ഓ നൈസ് മീറ്റ് യു മല്ലയ്യ. ഞാനാണ് ഈ നാട്ടിലെ ഒഫീഷ്യൽ തെണ്ടി. ഒഫീഷ്യൽ തെണ്ടി? തെണ്ടിയാണ് ഇവിടെ ജീവിക്കണേ. ഓ അങ്ങനെ അത് നാട്ടിൽ ഈ നാട്ടിലായിരിക്കും, പക്ഷെ പുറത്ത് നമുക്ക് വേറെ ഒഫീഷ്യൽ തെണ്ടി ഉണ്ട് കേട്ടോ. അതാരാ? ജഡ്മൻ കണ്ണാപ്പി. അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല. അകത്ത് അപ്പൊ നടക്കട്ടെ നിങ്ങളെ പരിപാടി. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വിളിക്കാൻ നമ്പർ തരാം. ഓക്കെ ഞാൻ നമ്പർ തരാം. മോനെ അപ്പോ ഡാമി ശരണമായപ്പോ നീ കള്ളം പറയില്ലായിരിക്കും അല്ലേ? ഇല്ല ഞാൻ കള്ളം പറയത്തില്ല. കള്ളം പറയാൻ ഒന്ന് പറഞ്ഞേ നീ ഒരു വണ്ടി എടുക്കണേ. നിങ്ങളെ ഇവിടെ കിടന്ന് ചിരിച്ച് സേഫ് അല്ലേ? ഞാൻ സേഫ് ആണ് ബ്രോ. സന്തോഷ് ബ്രോ സേഫ് ആണ്. ഞാൻ നമ്പറല്ലേ ചോദിച്ചിട്ടുള്ളൂ, വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇത്ര നേരം എടുക്കാൻ. ആ എന്നാ നമ്പർ ഇല്ല കേട്ടാ. ഞാൻ വീടിന്റെ ആധാരത്തിന്റെ ബാക്കിൽ നിനക്ക് നമ്പർ തരാം കേട്ടോ. ഇതിന്റെ ഇടയിൽ നടന്നില്ല, വേറെ കേസ് വന്നടാ, അറ്റൻഡ് ചെയ്ത് അപ്പൊ നമ്പർ തന്നെ ഞാൻ പോവില്ലേ? ഒഴിവാക്കിയിട്ടില്ല, നീ പോലെ നമ്പർ കൊണ്ടുപോയാൽ മതി. മല്ലയ്യയുടെ സ്പെല്ലിങ് MALLI. കുഴപ്പമില്ല, മാറിപ്പോയതാ. ഇത് ബേബി പാത്തുവാണോ? ഹലോ ബേബി പാത്തുവാണോ? അല്ല, രാശയാണോ? ഓ ഓക്കെ നൈസ് ടു മീറ്റ് യു രാശ. ഞാന് കണ്ടപ്പോ ബീബി പാത്തുവിനെ പോലെ തോന്നി. ബീബി പാത്തു എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇവിടെ വെച്ച്. റിയലി സോറി, അറിയാതെ പരിചയപ്പെട്ടതാണ്. ബുദ്ധിമുട്ടായോ? ഓക്കെ അപ്പൊ എനിക്കും കുഴപ്പമില്ല. എന്റെ പേരെന്താ? എന്റെ പേര് ബാബു നമ്പൂതിരി. ഓ ബാബു നമ്പൂതിരി. ഒരുപാട് നാളായോ സിറ്റിയില്? ഞാൻ കുറച്ച് നാളായി. ആണോ? ഓക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാരും പറയുന്ന കേട്ടിട്ട്. സോ കണ്ടിട്ടില്ല ഇതുവരെ. ഓ അങ്ങനെ ഞാൻ പറയുന്നത് എന്ത് മോശം വല്ലതും പറയുന്നതാണ്? എന്തിപ്പോ മോശമാണെന്നൊക്കെ വിഷമാവും. അല്ല അങ്ങനെയല്ല, മോശം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് നല്ലവരായ
ആൾക്കാരെ പറ്റി മോശം പറയാനല്ലേ നാട്ടുകാർക്ക് ഇഷ്ടം. അതുകൊണ്ട് ചിലപ്പോ അത്രയും നല്ലൊരാളായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ മൈൻഡിൽ ഒരു ബാബു സേട്ടുണ്ട്, അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല, ബാബു സേട്ട് പാവല്ലേ. അതെ അതെ അതെ. ഓ അപ്പൊ അറിയാല്ലേ. ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്താ അറിയായിരിക്കും, കീരിയുടെ അവിടെ ഒക്കെ നടക്കണം. കീരിയുടെ ഫ്രണ്ടാ. കീരിയുടെ ഫ്രണ്ടാണോ? അതെ അതെ അതെ. കീരി സിറ്റിയിലുണ്ടോ? കീരി സിറ്റിയിൽ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, ഇപ്പൊ വരാറില്ലല്ലോ. ഓ, ഇടയ്ക്ക് വെച്ചിട്ട് ആള് ഭയങ്കര ആക്റ്റീവ് ആവുന്ന പറയും, കംബാക്ക് അടിക്കും, പിന്നെ പോവും. അതെ, ഞാനിപ്പൊ കണ്ടിട്ട് കൊറേ നാളായി, അന്വേഷിച്ച് നടക്കും അങ്ങനെ ഒരാളെ. ഓ, കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അല്ല, അത്യാവശ്യം ഇല്ല, ഒരിടയ്ക്ക് വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പം കാണാനില്ല. വന്ന വഴി മഴക്കരുതല്ലേ? അതാ ഇപ്പൊ അന്വേഷിച്ചിട്ട് നാളെ കാണാനില്ല. ഓ, അങ്ങനെ കേട്ടാ മതി, അത് കേട്ടാ മതി. കീരി ഇല്ലല്ലേ ഇപ്പൊ? ഓക്കെ ഓക്കെ, എന്നാ പ്രശ്നമില്ല. ഹലോ കുണ്ടേശ്വര, ഒരു മിനിറ്റ്. ഹലോ ഹലോ, എന്ത് വരുമായിരുന്നു അത്? കുണ്ടേശ്വരൻ അല്ല, ഞാൻ കേട്ടിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും കുട്ടി, പക്ഷെ ഞാൻ പേര് നോക്കിയിരിക്കുന്നത് തെറ്റിയാക്കിട്ടത്. ഞാൻ തെറ്റിയാക്കിട്ടത്, സോറി സോറി, കുഴപ്പമില്ല. പുള്ളിക്കാരന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ആളുടെ പേര് കുണ്ടേശ്വരൻ പെരുമാൾ എന്നാണ്. കുണ്ടേശ്വരൻ പെരുമാൾ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്, കേട്ടത് കറക്റ്റ് ആണ്. ആൾക്ക് പേരിട്ടത് തെറ്റിപ്പോയതായിരിക്കും. ഇപ്പൊ എനിക്ക് ആ പേരിൽ വിളിക്കാൻ ഓ പറ്റും. അതെ, ശരിയാ ശരിയാ, അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. അല്ല, അത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, പുള്ളിയുടെ തന്ത ഒപ്പിച്ച പണിയായിരിക്കും. അല്ല, അത് കയ്യിലിരിപ്പോണ്ട് ഇട്ടതാണെന്നാണ് പറയുന്നത്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ, പേരായിരിക്കും അല്ലേ? അത് പുള്ളിയെ പരിചയപ്പെടണ്ട. അതെ അതെ, കറക്റ്റ് പേരാണ്, കറക്റ്റ് പേരാണ്. നിങ്ങൾ സേഫ് ആയിരിക്കും, നമുക്ക് അത് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. അല്ലല്ല, ബാബുസേട്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, ഞാൻ സേഫാണ്. ഓക്കെ, അപ്പൊ കണ്ണും പൂട്ടി പുള്ളിയുടെ കൂടെ എവിടെ വേണേലും പോവാം. സേഫാണ് സേഫാണ്, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോ പേര് ഞാൻ പെട്ടെന്ന് പരിചയപ്പെട്ടോണ്ടാണ് എന്റെ പേര് മറന്നു പോയത്. ഒന്നും കൂടെ പറയാ പേര്. റാഷ മാലിക്. രാജ മാലിക്. മാലിക് ഹസ്ബൻഡ് ആണോ? തന്തപ്പടിയാണോ? അതെ 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 അതെ. മാലികിനെ പറയുമ്പോ പണ്ട് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന മാലിക്ക് തന്തയാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, അങ്ങേര് ഇപ്പൊ പണ്ടൊക്കെ ആളെ കഴിഞ്ഞിട്ട് പോയ തന്തപ്പടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ, സേഫാണ്. അപ്പൊ രാജൻ, ഞാൻ ഒരു അർജന്റ് കേസിന് ഞാൻ എന്തായാലും എനിക്ക് സിറ്റിയിൽ വന്ന് ആദ്യം കിട്ടിയ ഫ്രണ്ടല്ലേ, നമ്പർ ശരി ചോദിക്കാം. ഓക്കെ ഓക്കെ, ബാബു നമ്പൂതിരി, അതെ. ഓക്കെ, നമ്പർ. അയ്യോ, ബാബു ചേട്ടന്റെ നമ്പർ എനിക്കണില്ല. ജയബായില്ല. കിട്ടി. ഓക്കെ, ശരി. ഓക്കെ ശരി. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചപ്പോഴാ എല്ലാവർക്കും കുറച്ച് ഫുഡ് ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ഞാൻ തരാം. നോക്കട്ടെ, ബ്രോ ഒറ്റ മിനിറ്റ് ബ്രോ. സാറൊക്കെ അങ്ങനെ പറയരുത്, ഞാൻ ചോദിക്കാറില്ലേ ഫുഡ്. അയ്യോ, ബാബു ചേട്ടനാണോ കിട്ടി. ഓക്കെ. ഓ, നല്ല കൈപുണ്യമുള്ള നൂഡിൽസ് ഡാഷ് ഉണ്ടാക്കിയതാണോ? അതെ, സ്വന്തം കൈയാണ് ഉണ്ടാക്കിയത്. തായ് നൂഡിൽ. വെള്ളം ഉണ്ടോ, വാട്ടർ ഉണ്ടോ? ഇല്ല. അതും കൂടെ കുറച്ച് ക്യാപ്പിച്ചീനോ തരട്ടെ? നല്ലതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചീനതല്ല, ക്യാപ്പിച്ചീനോ. ഓ, കോഫി. ഓക്കെ. കിട്ടിയോ? നോക്കട്ടെ, അതും സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണോ? അതെ. ഓ, സാധാരണ കുടിക്കുന്ന കോപ്പിയും കാട്ടിയും ക്യാപ്പിച്ചീനോ, നോർമൽ കോഫി അല്ല, ക്യാപ്പിച്ചീനോ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. എന്താ ബ്രോ? ബ്രോ നല്ലതാ ബ്രോ, ഡയറ്റ് എടുക്കുന്നത് ഈ പ്രായത്തിൽ നല്ലതാണ്. ബ്രോക്ക് നല്ല വയറുണ്ട്. കുറച്ച് ദിവസം കൂടി ഇതാ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല. ജിമ്മിൽ പോകുന്നുണ്ടോ? പട്ടിണിയാണോ? കുറച്ച് എനിക്ക് തോന്നുന്നു നല്ല വെള്ളവും കുടിച്ച് കുറച്ച് പഴമൊക്കെ കഴിച്ചിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോഡി ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കാം. അതോ നോക്കിയേ, കടല് ഫുള്ള് വെള്ളം ചാടിയാ മതി. ഒരു കുഴപ്പമില്ല. എനർജിയാണ് ബ്രോ. ആണോ? നാരങ്ങ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. നാരങ്ങാപ്പാല് പാട്ടൊന്നും 10 രൂപയ്ക്ക് 6 നാരങ്ങ കിട്ടും. പേരെന്തായിരുന്നു? നാരങ്ങ കുടിച്ചിട്ട് ഉപ്പുവെള്ളം പോയി കുടിച്ചിട്ട് 2 റൗണ്ട് ഓടിയാൽ മതി, അപ്പൊ അത് കലങ്ങിക്കോളും. അതെ.